ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇനി വിദ്യാചാട്ടൻ ക്രാഫ്റ്റ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ചെയ്യാൻ പോണത് ഒരു ബോട്ടിൽ ആർട്ടാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ബോട്ടിൽ വേണം. ഇത് ഞാൻ കുറച്ച് ചെയ്ത് വെച്ചിരുന്നു. ഇതിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വെച്ചിരുന്നു. അത് ഉണങ്ങാൻ കുറേ സമയം എടുത്തു, അതുകൊണ്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല. ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു മുൻവശം ഓറഞ്ച് പെയിന്റ് അടിക്കണം. എന്നിട്ട് അത് ബ്രഷ് കൊണ്ടാണ് നമ്മൾ ഓറഞ്ച് പെയിന്റ് അടിക്കേണ്ടത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് സ്പോഞ്ച് വെച്ചിട്ട് ബ്രൗൺ പെയിന്റ് ഒന്ന് കവർ ചെയ്തെടുക്കാം. ഓറഞ്ച് മുൻവശം മാത്രം ഒന്ന് അടിച്ചെടുത്താൽ മതി. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ ബോട്ടിൽ എടുക്കാൻ പാടുള്ളൂ. അപ്പൊ ഞാനിവിടെ ഒരു പിക്ചർ വരച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇപ്പൊ എനിക്കൊരു ആവശ്യമില്ലാത്ത പേപ്പർ ആട്ടോ, അതുകൊണ്ട് ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. അപ്പൊ അതേ ഞാനിത് വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. വെട്ടിയപ്പോൾ ചെറുതായിട്ടൊന്ന് കൈ മുറിഞ്ഞു പോയി. സാരമില്ല, നിങ്ങൾക്ക് അബദ്ധം പറ്റുകയാണെന്ന് അത് ഒട്ടിക്കുമ്പോൾ അതിന്റെ കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പൊ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി പാവാടയുടെ കാര്യമാണ്. പാവാട ഇതുമ്മേൽ വെച്ചിട്ട് അളവ് കറക്റ്റ് അല്ല. അപ്പൊ ഇതിന്റെ കറക്റ്റ് അളവിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഞാനിതൊന്ന് വെട്ടിയെടുത്തിട്ട് വരാം. പിന്നെ ഞാൻ ആദ്യം പറയാൻ മറന്നുപോയി, ഇതേപോലത്തെ സ്ക്വയറിന്റെ ബോട്ടിൽ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്കത് ഉപകാരപ്പെടും. മറ്റേ നമ്മൾ ഉരുണ്ട അങ്ങനത്തെ സൈസ് ബോട്ടിലാണെന്ന് വെച്ചാൽ ഇതിനെക്കാട്ടിയും നന്നായിട്ട് കിട്ടില്ല. അപ്പം നിങ്ങൾക്ക് നിങ്ങളുണ്ടെങ്കിൽ ഇതേപോലത്തെ ബോട്ടിൽ എടുക്കാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് ഇതിന്റെ അകത്തൊന്ന് ബ്ലാക്ക് പെയിന്റ് അടിച്ചെടുത്ത് വരാം. ഞാൻ ഇത് കറുപ്പ് പെയിന്റ് അടിച്ചിട്ട് നേരെ ഇതിലോട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒട്ടിച്ചിട്ട് പെയിന്റ് അടിക്കാം, എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. എന്തായാലും ഇത് ഉണങ്ങിയിട്ടില്ല, ഒന്നും കൂടി ഉണങ്ങാനുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പറഞ്ഞാല്, ഇനി ഞാൻ ബേസിക് മെറ്റീരിയൽസ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് റാപ്പേഴ്സ് കാണിച്ചു തന്നിരുന്നു. അപ്പൊ നിങ്ങളുടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് എടുത്ത് വെച്ചിട്ട് ഇത് ചെയ്യണം. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ഞാൻ ഇങ്ങനത്തെ റാപ്പേഴ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി അപ്പൊ ഞാനത് ഫെവി ബോണ്ട് കൊണ്ടാണ് ഒട്ടിച്ചെടുത്തത്. അപ്പം ഈ ഒരു ഭാഗം മാത്രം ഒട്ടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ അങ്ങനെ ഒന്ന് പൊന്തിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒട്ടിക്കാനുള്ള ബാക്കിയൊക്കെ തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇങ്ങനെ പോലെ തന്നെ ഈ ഫെവി ബൗണ്ട് മേലെ ആ ഭാഗം ഇച്ചിരി ഒന്നാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒട്ടിക്കാം. ഫസ്റ്റ് ഇത് കറക്റ്റ് സൈസാണോ നോക്കിയിട്ട് ഒട്ടിക്കാൻ പാടുള്ളൂ കേട്ടോ. ഇത് എവിടെയാണോ കറക്റ്റ് സൈസ് ആവുന്നത് അവിടെ നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ ഇത് വേസ്റ്റ് ആകൂല, നമുക്ക് അവിടെ തീർന്നും കിട്ടും. ഇതുണ്ടോ? എന്നിട്ട് മുകളിലൊന്ന് ഇതേപോലെ ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത് ഇവിടെ ഒട്ടിക്കാനുള്ളതും കൂടി ഒന്ന് നോക്കാം. അപ്പൊ അതിപ്പോ വലുതായി പോകണ്ടേ, അത് നിങ്ങൾ വേസ്റ്റ് ആക്കരുത് കേട്ടോ. അത് നിങ്ങൾക്ക് അടിയിലോട്ടാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം എല്ലാം നമുക്ക് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പൊ ജസ്റ്റ് നിങ്ങൾക്കൊന്നും കാണിച്ചു തരാം. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഫെവി ബൗണ്ട് സൈഡിൽ ഒന്ന് മാത്രം ആക്കി വെച്ചു കൊടുത്താൽ മതി. ഇത് പറ്റുന്ന സ്ഥലങ്ങളിൽ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ ആക്കിയിട്ട് നമുക്കിങ്ങനെ ആക്കി വെച്ചു കൊടുക്കാം. ഇതേപോലെ തന്നെ നമ്മളെല്ലാം ഒട്ടിക്കണം. ഞാൻ ഓരോരോ റാപ്പേഴ്സിന്റെ കളേഴ്സ് ആയിട്ടാണ് ഒട്ടിച്ചേക്കുന്നത്. ഇനി നമുക്ക് ഇപ്പൊ പലരും വിചാരിക്കണം എന്തിനായി ബേസ് കോട്ട് ബ്രൗൺ കൊടുത്തത്. അപ്പൊ ഇതിന്റെ മറുപടിയാണത്. നമ്മൾക്ക് ബാക്കിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ഇങ്ങനെ വല്ല കൊട്ടാരൊക്കെ നിർമ്മിക്കുമ്പോൾ കല്ലുള്ളത് ശ്രദ്ധിക്കാറുണ്ടോ? അതാണ് നമ്മൾ ബാക്കിൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതായിട്ടില്ല, അതിനു മുന്നേ നമുക്ക് വേറൊരു പരിപാടി ഉണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ഈ ഡ്രസ്സിന്റെ ഇത് കണ്ടോ, അതിങ്ങനെ വിട്ടെടുക്കുമ്പോൾ ഒരുമാതിരി ഭംഗിയില്ലാതിരിക്കും. അപ്പൊ നമുക്ക് അതിനെന്ത് ഡിസൈൻ കൊടുക്കണ്ടേ? അതിന് നിങ്ങൾക്ക് കളറോ ഗിൽട്ടോ എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. സ്പാർക്കിൾ കളേഴ്സോ എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പൊ ഞാനിവിടെ എടുക്കുന്നത് സ്പാർക്കിൾ കളേഴ്സ് ആണ്. അപ്പൊ നമുക്ക് വീട്ടിൽ ആദ്യം തന്നെ നമുക്ക് സ്പാർക്കിളിലോട്ട് ചെയ്യാൻ നോക്കാം. അപ്പൊ ഈ സ്പാർക്കിൾ കളേഴ്സ് വെച്ചിട്ട് ഞാൻ ഇതിൽ കട്ടിയിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഉണങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ ഒലിച്ചു പോകും. ഇത് ഉണങ്ങിയാലേ ബാക്കി റെഡി ആവുള്ളൂ. അപ്പൊ ഉണങ്ങിയതിന് ശേഷം അത് നല്ല ഉണങ്ങി നന്നായിട്ട് റെഡി ആവുള്ളൂ. അപ്പൊ ഇതൊന്ന് ഉണങ്ങണം. അപ്പൊ നമുക്കിത് ജസ്റ്റ് ഒന്നൊരു 15 മിനിറ്റ്സോളം ഉണങ്ങാൻ വെക്കണം. ഞാൻ ഓരോരോ റാപ്പേഴ്സിന്റെ കളേഴ്സ് ആയിട്ടാണ് ഒട്ടിച്ചേക്കുന്നത്. ഇനി നമുക്ക് ഇപ്പൊ പലരും വിചാരിക്കണം എന്തിനായി ബേസ് കോട്ട് ബ്രൗൺ കൊടുത്തത്. അപ്പൊ ഇതിന്റെ മറുപടിയാണത്.
നമ്മൾക്ക് ബാക്കിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഇങ്ങനെ വല്ല കൊട്ടാരമൊക്കെ നിർമ്മിക്കുമ്പോൾ കല്ലുള്ളത് ശ്രദ്ധിക്കാറുണ്ടോ? അതാണ് നമ്മൾ ബാക്കിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതായിട്ടില്ല. അതിനു മുന്നേ നമുക്ക് വേറൊരു പരിപാടി ഉണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഡ്രസ്സിൻ്റെ ഇത് കണ്ടോ, അതിങ്ങനെ വിട്ടെടുക്കുമ്പോൾ ഒരുമാതിരി ഭംഗിയില്ലാതിരിക്കും. അപ്പം നമുക്ക് അതിനെന്ത് ഡിസൈൻ കൊടുക്കണ്ടേ? അതിന് നിങ്ങൾക്ക് കളറോ ഗിൽട്ടോ എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. സ്പാർക്കിൾ കളേഴ്സോ എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പം ഞാനിവിടെ എടുക്കുന്നത് സ്പാർക്കിൾ കളേഴ്സ് ആണ്. ആദ്യം തന്നെ നമുക്ക് സ്പാർക്കിളിലോട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ സ്പാർക്കിൾ കളേഴ്സ് വെച്ചിട്ട് ഞാൻ ഇതിൽ കട്ടിയിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഉണങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ ഒലിച്ചു പോകും. ഇത് ഉണങ്ങിയാലേ ബാക്കി റെഡി ആവുള്ളൂ. ഇതാണ് നമ്മളെ ബോട്ടിൽ ആർട്ടിന്റെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇത് കണ്ടില്ലേ നിങ്ങൾ, ഈ കറുപ്പ് കള്ളി പോലത്തെ അത് ഞാൻ ബ്ലാക്ക് എടുത്ത് വരച്ചാണ്. വീഡിയോ ഇടാൻ പറ്റിയില്ല, സോറി. അപ്പോൾ ഇത് നിങ്ങൾക്ക് തന്നെ വരയ്ക്കാൻ പറ്റുന്നതാണ്. ഓരോരുത്തരുടെ എയിമിൽ അങ്ങോട്ട് വരച്ചാൽ മതി. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തൊട്ടടുത്തുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ബെല്ലൈക്കനും ഓൺ ഓപ്ഷനും കൂടി വരും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. പിന്നെ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതൊന്ന് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം. സോ താങ്ക് യു, ബൈ.